ലോകം മുഴുവൻ കൈവിട്ടെന്ന് തോന്നുമ്പോൾ, സ്വന്തം ചോരയെന്ന് കരുതിയവർ പോലും പടിയിറക്കി വിടുമ്പോൾ ഏതൊരു സ്ത്രീയും ആദ്യം ചിന്തിക്കുക ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചാവാം. എന്നാൽ പ്രതിസന്ധികളെ ചവിട്ടുപടികളാക്കി മാറ്റി ഓരോ സ്ത്രീകൾക്കും കരുത്തായി മാറിയ ഒരു പെൺകരുത്തിന്റെ കഥയാണിത്. നിനക്ക് 3 കോടി രൂപയുടെ സ്വത്ത് വേണോ, അതോ നിന്റെ ഭാര്യയെയും കുഞ്ഞിനെയും വേണോ? ഹിമി ശർമ്മയുടെ ഭർത്താവിനോട് അയാളുടെ അമ്മ ചോദിച്ച ചോദ്യമായിരുന്നു അത്. പണത്തോടുള്ള ആർത്തിയിൽ ആ പുരുഷന് മറുപടി നൽകാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അയാൾ തിരഞ്ഞെടുത്തത് 3 കോടി രൂപയുടെ സ്വത്തും ആഡംബര ജീവിതവുമായിരുന്നു. അതോടെ ഹിമിയും 2 വയസ്സുകാരനായ മകനും തെരുവിലേക്ക് എറിയപ്പെട്ടു. എന്നാൽ ജീവിതം അവിടെ അവസാനിപ്പിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. ഒടുവിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചവർ പോലും അസൂയപ്പെടുന്ന ഒരു വിജയത്തിലേക്കായിരുന്നു ഹിമിയുടെ യാത്ര. 2005 MBA പഠനകാലത്താണ് ഹിമി തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നത്. പ്രണയിച്ച് വിവാഹിതരായെങ്കിലും ഭർത്താവിന്റെ വീട്ടിൽ ഹിമിക്ക് നേരിടേണ്ടി വന്നത് കടുത്ത അവഗണനകളായിരുന്നു. ഹിമിയെയും കുടുംബത്തെയും തരംതാഴ്ത്തി സംസാരിക്കാൻ ഭർത്തൃമാതാവ് കിട്ടുന്ന ഒരവസരവും പാഴാക്കുമായിരുന്നില്ല. ഒടുവിൽ 2010 നവംബർ മാസം, ഹിമിയുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞ മാസം. ഭർത്താവിന്റെ അമ്മ അദ്ദേഹത്തിനു മുന്നിൽ ഒരു നിബന്ധന വെച്ചു. ഒന്നുകിൽ 3 കോടി രൂപയുടെ കുടുംബ സ്വത്ത്, അല്ലെങ്കിൽ ഭാര്യയും മകനും. പണത്തിനു മുന്നിൽ സ്നേഹം തോറ്റുപോയ നിമിഷമായിരുന്നു അത്. ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഹിമിയെയും വെറും 2 വയസ്സുള്ള തന്റെ കുഞ്ഞിനെയും ഉപേക്ഷിക്കാൻ അയാൾ തയ്യാറായി. അന്ന് ഹിമിയുടെ കൈവശമുണ്ടായിരുന്നത് വെറും 5000 രൂപ ശമ്പളമുള്ള ഒരു ചെറിയ അധ്യാപക ജോലിയായിരുന്നു. താമസിക്കാൻ ഒരു ഇടമില്ലാതെ പേയിങ് ഗസ്റ്റായി ഒരു ചെറിയ മുറിയിൽ ഒതുങ്ങിക്കൂടുമ്പോഴും ആ കുഞ്ഞിന്റെ മുഖമായിരുന്നു അവളുടെ കരുത്ത്. പലപ്പോഴും പട്ടിണി കിടന്നും കടം വാങ്ങിയുമാണ് അവൾ മകനെ വളർത്തിയത്. പിന്നീട് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജോലി ലഭിച്ചപ്പോൾ സമാധാനം പ്രതീക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും അവിടെയും വിധി അവരെ വേട്ടയാടി. ബിസിനസ് തകർച്ചയിലായിരുന്ന സ്വന്തം കുടുംബത്തിൽ സഹോദരന്റെയും ഭാര്യയുടെയും മോശം പെരുമാറ്റം ഹിമിയെ തളർത്തി. താമസ ചെലവിനായി 10,000 രൂപ നൽകണമെന്ന സഹോദരന്റെ നിബന്ധന ഹിമിക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു. അമ്മയും അച്ഛനും അവളോടൊപ്പമായിരുന്നുവെങ്കിലും അവരും നിസ്സഹായരായിരുന്നു. ഇതിനിടെ ഭർത്താവ് വിവാഹമോചനത്തിന് കേസ് കൊടുത്തപ്പോഴും മകന് അച്ഛനെ വേണമെന്ന ആഗ്രഹത്താൽ ഹിമി കോടതികൾ കയറിയിറങ്ങി. തുച്ഛമായ ശമ്പളത്തിൽ നിന്നും വക്കീൽ ഫീസ് കണ്ടെത്താൻ പോലുമാകാതെ ബുദ്ധിമുട്ടിലായപ്പോൾ സുഹൃത്തുക്കളാണ് ഹിമിക്ക് തുണയായത്. ഒടുവിൽ കോടതി വിധി ഹിമിക്ക് അനുകൂലമായി വരികയും ചെയ്തു. എന്നാൽ 2018 ഒക്ടോബറിൽ ഹിമി ആ ഞെട്ടിക്കുന്ന സത്യമറിഞ്ഞു. തന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീക്കൊപ്പം താമസിക്കുകയാണെന്നും അവരുടെ മക്കളെ സ്വന്തം മക്കളെപ്പോലെ സംരക്ഷിക്കുന്നുവെന്നും. ആ തിരിച്ചറിവ് അവളെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ പരിഹാസങ്ങളും കുടുംബത്തിലെ അവഗണനകളും സഹിക്കവയ്യാതെ വന്നപ്പോഴാണ് എവിടെയെങ്കിലും ദൂരേക്ക് പോകണമെന്ന ചിന്ത ഹിമിയിലുണ്ടാകുന്നത്. അങ്ങനെ 2019 തന്റെ പക്കലുണ്ടായിരുന്ന ആകെ സമ്പാദ്യവുമായി അവൾ കാനഡ വിസയ്ക്ക് അപേക്ഷിച്ചു. 4 മാസം കൊണ്ട് വിസ ശരിയായി. 2019 ജൂൺ 6 അവൾ കാനഡയുടെ മണ്ണിൽ കാലുകുത്തി. അധ്വാനിക്കാനുള്ള മനസ്സുണ്ടായിരുന്ന ഹിമിക്ക് ആദ്യ മാസത്തിനുള്ളിൽ തന്നെ കോളേജ് ഇൻസ്ട്രക്ടറായി ജോലി ലഭിച്ചു. 3 കോടിയുടെ സ്വത്തിനു വേണ്ടി തന്നെ ഉപേക്ഷിച്ചു പോയവർക്ക് മുന്നിൽ ഹിമി ഇന്ന് തലയുയർത്തി നിൽക്കുകയാണ്. ഇന്ന് കാനഡയിൽ 3 കോടിയിലധികം വിലമതിക്കുന്ന സ്വന്തം വീട്ടിൽ മാതാപിതാക്കൾക്കും മകനുമൊപ്പം അവൾ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. എന്തിന്റെ പേരിലാണോ താൻ പുറന്തള്ളപ്പെട്ടത് അത് തന്റെ അധ്വാനം കൊണ്ട് അവൾ നേടിയെടുത്തിരിക്കുന്നു. ഒരുപക്ഷെ അവളുടെ ഭർത്താവ് ഇതെല്ലാം കണ്ട് അസൂയപ്പെടുന്നുണ്ടാകും. സ്നേഹിച്ചവർ ഉപേക്ഷിക്കുമ്പോഴോ വിശ്വസിച്ചവർ ചതിക്കുമ്പോഴോ ജീവിതം അവസാനിക്കുന്നില്ല. ആത്മവിശ്വാസവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാമെന്ന ഹിമി ശർമ്മ നമുക്ക് കാണിച്ചു തരുന്നു. ജീവിതത്തിൽ തോറ്റുപോയി എന്ന് കരുതുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് ഇവരുടെ ജീവിതം ഒരു പ്രതീക്ഷയാണ്.